ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധ്യസ്ഥലം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ എന്നേക്കും. സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഗുരു ആശീർവദിക്കണമേ. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. അതിനാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനായി നിയമം വഴി തന്നെ നിയമത്തിന് ഞാൻ മരിച്ചിരിക്കുന്നു. ഞാൻ മിശിഹായുടെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇനി ഞാനല്ല ജീവിക്കുന്നത്, മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത്. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിലുള്ള വിശ്വാസം മൂലമാണ് ഈ ശരീരത്തിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. ദൈവകൃപയെ ഞാൻ നിരസിക്കുന്നില്ല. ദൈവത്തിലൂടെയാണ് നീതീകരണമെങ്കിൽ മിശിഹായുടെ മരണം വ്യർത്ഥമാണല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കുർബാന എടുക്കണം. അവിടെ ചെല്ലുമ്പോ പ്രാർത്ഥിക്കണം കേട്ടോ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദയിൽ നിന്നും